167 അല്ലേ, അങ്ങനെയല്ലേ? 242 കണക്കുകളാണ് ഇപ്പോൾ വന്നത്. ഒരു സീറ്റിലെ കൂടി ലീഡ് നില വരാനുണ്ട്. അപ്പോഴാണ് 167 എന്ന കണക്കിലേക്ക് ഒരു മികച്ച പ്രകടനത്തിൽ, സമീപകാലത്തെ മികച്ച പ്രകടനത്തിലേക്ക് NDA മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ സഖ്യം 70 എന്ന കണക്കിലാണ് നിൽക്കുന്നത്. കാരണം 2015 നിതീഷും ലാലുവും സഖ്യമായിരുന്നു. അവിടെ ഇന്ത്യ മഹാസഖ്യമാണെന്ന് വിജയിച്ചത്. 2020 ഇഞ്ചോടിഞ്ച് വന്നു. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല, ഒരു കൃത്യമായ എഡ്ജോടുകൂടി ഒരു വലിയ വിജയം NDA നേടുന്നു എന്നാണ് ഈ നിമിഷത്തെ ഈ ഘട്ടത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രത്യേകം എടുത്ത് നോക്കണം രാകേഷ്. കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റുകളായിരുന്നു നേടിയത്. ഇത്തവണ കോൺഗ്രസിന് ഇതുവരെ 15 സീറ്റുകൾ മാത്രം, അല്ലെ? ഇടത് പാർട്ടികളുടെയും കൂടി നോക്കാം. അതെ, തീർച്ചയായും ഇന്ത്യ സഖ്യത്തിൽ RJDക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട്. RJD 48 സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അവർക്ക് 27 സീറ്റുകളുടെ കുറവാണ്. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ചു, 19 സീറ്റിൽ വിജയിച്ചു. ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനം തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. 15 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 4 സീറ്റുകളുടെ കുറവാണ്. ഇത്തവണ മത്സരിച്ചത് 61 സീറ്റിലാണ്. എങ്കിൽ പോലും സ്ട്രൈക്ക് റേറ്റ് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 30-ൽ താഴെ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിന്റെ പ്രകടനം. അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്രയൊന്നും വലിയ ചലനം ബീഹാറിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ. CPIML-നും ക്ഷീണമുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം അവർ കഴിഞ്ഞ തവണ 19 സീറ്റിൽ മത്സരിച്ചു, 12 ജയിച്ചെങ്കിൽ ഇത്തവണ അത് 4 എന്ന കണക്കിലാണ് നിൽക്കുന്നത്. 8 സീറ്റുകളുടെ കുറവ് അവർക്കുണ്ട്. CPI ഒരു സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. എല്ലാ സീറ്റിലെയും വന്നു, എല്ലാ സീറ്റിലെയും ലീഡ് വന്നു. 167 ഒന്ന് റിഫ്രഷ് ചെയ്താൽ അറിയാം. എല്ലാ സീറ്റുകളിലുമായി 243-ൽ 243 അല്ലെ? ആ കണക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. 243 മണ്ഡലങ്ങളിലെയും ലീഡ് നില വരുമ്പോൾ NDA 167 എന്ന നിലയിലേക്ക് എത്തുകയാണ്. 166 പുതുക്കിയ കണക്ക് പ്രകാരം 166, അതായത് 243 അംഗ സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഈ നിമിഷം NDAക്കുണ്ട്. 166 സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യത്തിന് 72 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഇരട്ടിയിലധികം സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം. മറ്റുള്ളവർ 3 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. ജൻസുരാജ് പാർട്ടി 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇതാണ് നിലവിലെ സാഹചര്യം. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കണക്ക്, 2 സീറ്റുകളിലാണ് ജൻസുരാജ് ലീഡ് ചെയ്യുന്നെങ്കിൽ പോലും അവർ എത്ര സീറ്റുകൾ എവിടെയൊക്കെ വോട്ട് പിടിച്ചു എന്നുള്ളത് നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 50 സീറ്റുകളുടെ ഭൂരിപക്ഷം 5000-ൽ താഴെയായിരുന്നു. അതായത് 3-2 ഭൂരിപക്ഷം വന്നു കഴിഞ്ഞു. 3-2 ഭൂരിപക്ഷം NDA സഖ്യത്തിന് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്ട് 70% അടുത്ത്, അല്ലെ? 70% അടുത്ത് സീറ്റുകളിൽ ലീഡായി കഴിഞ്ഞു. അതായത് വലിയ വിജയമാണ്, വൻ വിജയം. 3-2 വിജയം എന്ന് പറയുമ്പോൾ അത് വൻ വിജയമായിട്ടാണല്ലോ കണക്കാക്കുന്നത്, അല്ലേ? അതെ, വൻ വിജയത്തിലേക്കാണ് പോകുന്നത്. നിലവിലെ കണക്കുകൾ അല്ലെങ്കിൽ ആ നിലവിലെ പ്രകടനം നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ബീഹാറിൽ ഒരു ഭരണ തുടർച്ച 2005 മുതൽ നിതീഷ് കുമാർ കൊണ്ടു നടക്കുന്ന ബീഹാർ, 2 മുന്നണിയിലുമായി നിതീഷ് തന്നെ എന്ന സാഹചര്യം, അതിന് ബീഹാറിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിതീഷ് കുമാറിന്റെ പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിതീഷ് കുമാർ എന്ന നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന, അതടക്കം തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തി, ഗ്രാമീണ മേഖലയിലെ വോട്ടർമാർക്കടക്കം സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ ആണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ JDUവിനെ സംബന്ധിച്ച വലിയ ആശ്വാസം ഈ ഘട്ടത്തിലുണ്ട്. കഴിഞ്ഞ തവണത്തേത് പോലെ 43 എന്ന നമ്പറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇത്തവണ നിലവിലെ കണക്കുകൾ അതല്ല സൂചിപ്പിക്കുന്നത്. JDUവിന് കൃത്യമായി ക്ലെയിം ചെയ്യാം, ഞങ്ങളുടെ വിജയം തന്നെയാണെന്ന്. അത്തരം കണക്കുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. JDU 75 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. BJP 73 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. LJP 14 സീറ്റുകളിൽ ലീഡുണ്ട്. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി HAM അവർക്ക് 3 സീറ്റിൽ ലീഡ്. RLM ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതാണ് നിലവിലെ. നിതീഷ് കുമാർ തന്റെ പ്രതിച്ഛായ ഇരട്ടിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 32 സീറ്റുകൾ അധികമായി ലഭിക്കുന്നു. 43 സീറ്റുകളിൽ നിന്നാണ് 75 സീറ്റുകളിലേക്കുള്ള വലിയ വളർച്ച JDUവിനുണ്ടായിരിക്കുന്നത്. BJPക്ക് പക്ഷേ ദോഷമുണ്ടായിട്ടില്ല. 74 സീറ്റുകളിൽ കഴിഞ്ഞ തവണ ജയിച്ചതാണ്. 73 സീറ്റുകളിൽ ഇത്തവണ ലീഡ് ചെയ്യാൻ 75 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം, അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റുകളിൽ മത്സരിച്ചില്ല എന്നതുകൂടിയുണ്ട്. 110 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJP മത്സരിച്ചതാണ്. ഇത്തവണ പക്ഷേ 101 സീറ്റുകളിലാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 115 സീറ്റുകളിൽ മത്സരിച്ചിട്ടും 43 സീറ്റുകളെ JDUവിന് കിട്ടിയുള്ളൂ. പക്ഷേ ഇത്തവണ 101-ൽ നിന്ന് ആ വളർച്ച വന്നിരിക്കുന്നത് 75-ലേക്ക് എന്നുള്ളതാണ്. അത് വലിയ നേട്ടമാണ് JDUവിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ തൊട്ട് അടുത്ത് തന്നെ BJPയും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ള പ്രകടനം. പക്ഷേ അഭിലാഷ്, മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് സ്ഥിതി മോശമായി, ഇടത് പാർട്ടികൾക്കും സ്ഥിതി മോശമായി.
പ്രശ്നമാകുന്നു. Yes. തുടക്കത്തിൽ CPIM പോലെയല്ല. അടക്കം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അവർക്ക് അവസരം കിട്ടിയതാണ്. ML-ഉം CPM-ഉം CPI-യും ചേർന്ന് 33 സീറ്റുകളിൽ മത്സരിച്ചിട്ടും ടാലി നോക്കുക 5 സീറ്റുകളിൽ മാത്രമേ അവർക്ക് ലീഡുള്ളൂ. അതിൽ തന്നെ CPI-യും CPM-ഉം ഓരോ സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ CPI ML 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 20 സീറ്റുകളാണ് CPI ML മത്സരിച്ചത്. അതായത് ഇവിടെ ഇന്ത്യ സഖ്യത്തിലെ ഈ വിലപേശലാണ് കൂടുതൽ പ്രശ്നമാക്കിയതെന്ന് തോന്നുന്നു. RJDക്ക് 144 സീറ്റുകൾ കൊടുത്തിട്ട് ബാക്കിയുള്ളവർ ഈ വീതിച്ചെടുത്തതിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവിടുത്തെ തർക്കം ബാധിച്ചിട്ടുണ്ട് അല്ലെ? RJDക്കും കഴിഞ്ഞ തവണത്തെ ആ നിലയിലേക്ക് RJDക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ സഖ്യത്തിലെ തന്നെ ഈ പരസ്പരമുള്ള മത്സരവും സൗഹൃദ മത്സരം എന്ന പേരിലുള്ള വിളിയും ഒക്കെ പ്രശ്നമായിട്ടുണ്ട്. തീർച്ചയായും 12 സീറ്റുകളിലെ സൗഹൃദ മത്സരം. അതിനപ്പുറത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. SIR ആണ് NDAയുടെ ഈ വിജയത്തിന് കാരണമെന്ന് പ്രതീക്ഷിച്ച പ്രതികരണം തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് വിജയത്തിലേക്ക് NDAയെ നയിച്ചത് എന്നുള്ള ആദ്യ പ്രതികരണം. കോൺഗ്രസ് NDAയുടെ വിജയം സമ്മതിക്കുന്നുവെന്ന് കൂടിയാണല്ലോ മഞ്ജുഷ. അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും NDAയുടെ വിജയത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുവെന്ന് കൂടിയാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം. SIR ഹെഡ്സ് ടുവേർഡ്സ് വിക്ടറി എന്നുള്ളതാണ്.